മമ്മൂട്ടി എന്ന നടന് അഭിനയിക്കാനേ അറിയില്ല അല്ലേ? മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ്, മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവര് എല്ലാവരും എൻ്റെ നേരെ കല്ലെറിയും, അല്ലെങ്കിൽ തെറി വാക്കുകൾ കൊണ്ട് എന്നെ കുളിപ്പിക്കും അല്ലേ? അതാണ് അതിൻ്റെ ശരി. സത്യത്തിൽ മമ്മൂട്ടി എന്ന നടൻ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ്, ഇതിഹാസമാണ്, അഭിമാന താരമാണ്, മെഗാ സ്റ്റാർ ആണ് മമ്മൂട്ടി എന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്നത് ജീവിക്കുന്നതിന് തുല്യമായിട്ടാണ്. അപ്പൊ ജീവിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അഭിനയിക്കാൻ അറിയില്ല, ജീവിക്കുകയാണ്. അദ്ദേഹം വെള്ളിത്തിരയിൽ ജീവിക്കുകയാണ്. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണ് വരെ അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ നോട്ടത്തിലും അദ്ദേഹത്തിന്റെ ഭാവത്തിലും മുഖഭാവത്തിലും ഒക്കെ കൃത്യതയോടുകൂടിയുള്ള അഭിനയ ആ ചേഷ്ടകളൊക്കെ വരുമ്പോൾ അദ്ദേഹം വേറൊരാളായിട്ട് മാറുകയാണ്. അപ്പം മറ്റൊരു ആളായിട്ട് ആ കഥാപാത്രം ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് മമ്മൂട്ടി എന്ന താരമൂല്യമുള്ള നടൻ. അദ്ദേഹം അത്രയേറെ മികവോടുകൂടി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 8 തവണ മമ്മൂട്ടി എന്ന താരത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യമായിട്ട് സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് 81-ലാണ്. അത് അഹിംസ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ മികച്ച രണ്ടാമത്തെ നടനായിട്ട് അഭിനയിച്ച ആ ഒരു മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് സംസ്ഥാന പുരസ്കാരം ലഭിച്ചതെങ്കിലും 84-ൽ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞ ചിത്രത്തിലെ മികച്ച അഭിനയം കാഴ്ചവെച്ച മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ട് സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ മികവോടുകൂടി കയറി വന്ന ആ നടൻ അങ്ങനെ 1985 സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നമ്മുടെ മമ്മൂക്കയ്ക്ക് ലഭിക്കുകയുണ്ടായി. അത് നിറക്കൂട്ട്, യാത്ര എന്ന സിനിമകളിലെ അഭിനയത്തിനായിരുന്നു. പക്ഷെ 89 ആ വർഷം കിടിലനായി മാറി. ഒരു വടക്കൻ വീരഗാഥയിലെ അഭിനയത്തിനും അതുപോലെ തന്നെ മൃഗയിലെ അഭിനയത്തിനും മഹായാനത്തിലെ അഭിനയത്തിനും കൂടി സംസ്ഥാന പുരസ്കാരത്തിലെ മികച്ച നടനായിട്ട് മമ്മൂക്ക മാറുകയായിരുന്നു. 1990 ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം മമ്മൂക്കക്ക് കിട്ടിയത് മതിലുകളിലെ അഭിനയത്തിനും ഒരു വടക്കൻ വീരഗാഥയിലെ അഭിനയത്തിനുമായിരുന്നു. അങ്ങനെ മമ്മൂക്ക നിറഞ്ഞ കത്തി കയറി അടിപൊളിയായിട്ട് മാറി നിലനിന്ന താരമായിട്ട് അങ്ങനെ നിറഞ്ഞു നിന്നു. അതായത് മമ്മൂട്ടിയുടെ അഭിനയം ഒരു മികവുള്ളൊരു സംഭവമായി മാറി. ഒരുപക്ഷെ അവാർഡ് കിട്ടേണ്ട ചിത്രങ്ങൾ ഇനിയും ഉണ്ടായിരിക്കാം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയത്. പക്ഷെ അതിലൊന്നും എന്തായാലും അവാർഡ് കൊടുക്കുന്നവർ കൃത്യമായ രീതിയിൽ അതൊന്നും നോക്കുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ അവാർഡ് കിട്ടിയേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായമാണ്. 93 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിധേയൻ, പൊന്തന്മാട, വാത്സല്യം ഈ ചിത്രങ്ങളിലെ മികച്ച അഭിനയത്തിന് വേണ്ടിയിട്ട് വീണ്ടും സംസ്ഥാന പുരസ്കാരം ഓടി വന്നു മമ്മൂക്കയുടെ കൈകളിലേക്ക്. 93-ൽ ദേശീയ പുരസ്കാരത്തിന്റെ നിറവിലേക്ക് അങ്ങനെ മമ്മൂട്ടി എന്ന നടൻ ഉയർന്നു. വിധേയൻ എന്ന ചിത്രത്തിലെ ഭാസ്കര പട്ടേലറും പൊന്തന്മാടയിലെ മാടയായിട്ട് നിറഞ്ഞ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ദേശീയ പുരസ്കാരം 93-ൽ വീണ്ടും ഓടിയെത്തി. രണ്ടാമത്തെ ദേശീയ പുരസ്കാരം കിട്ടുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് ഓരോ അഭിനയത്തിന്റെ ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് ഒരുക്കി തന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മമ്മൂട്ടിക്ക് 98-ലെ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായിട്ട് ദേശീയ പുരസ്കാരം കൈകളിലേക്ക് ഓടി വരികയായിരുന്നു 98-ൽ. പിന്നെ 2004 വർഷം, കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പുകൾ വന്നു. 2004 വർഷത്തിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത കാഴ്ച എന്ന ചിത്രത്തിലെ അഭിനയത്തില് മികച്ച നടൻ കയ്യേറ്റു വാങ്ങുന്ന സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുകയുണ്ടായി. കാഴ്ചയിലെ അഭിനയത്തിന്. കാഴ്ച നല്ലൊരു സിനിമയല്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അടിപൊളി അഭിനയമാണ് അതിൽ മമ്മൂക്ക കാഴ്ച വെച്ചത് തന്നെ. 2009 അത് കഴിഞ്ഞപ്പോൾ പിന്നെ 2009 ആ വർഷത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂക്കക്ക് സംസ്ഥാന പുരസ്കാരം വീണ്ടും കൈകളിലേക്ക് ഓടി വന്നു. പിന്നീട് അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഏറെ കടന്നുപോയി മമ്മൂക്കക്ക് അവാർഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴിതാ നമ്മുടെ ലിജോ പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂക്കക്ക് 2023-ൽ വീണ്ടും സംസ്ഥാന പുരസ്കാരം കൈകളിലേക്ക് ഇങ്ങനെ സമ്മാനം പോലെ കടന്നു കിട്ടി. അപ്പൊ മമ്മൂക്ക അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. 8 സംസ്ഥാന പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ദേശീയ പുരസ്കാരം നോക്കുകയാണെങ്കിൽ 3 ദേശീയ പുരസ്കാരവും മമ്മൂക്കക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. പാലേരി മാണിക്യം ഇറങ്ങി 13 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ദേശീയ പുരസ്കാരം മമ്മൂക്കക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി മാറി എല്ലാവർക്കും അല്ലേ? അതിലെ അഭിനയം നമ്മൾ കണ്ടതാണ്. അടിപൊളി അഭിനയം അല്ലേ? അതിൽ നമുക്ക് ഒരു അഭിനയത്തിൽ എന്തൊരു പാളിച്ചകൾ എടുത്ത് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് മമ്മൂക്കയുടെ ഓരോ അഭിനയവും ഓരോ ചേഷ്ടകളും ഓരോ ചലനവും ഓരോ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തിയാലും അതിലൊന്നും മമ്മൂക്കയുടെ അഭിനയത്തിന് തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനേ പറ്റില്ല. അതുപോലത്തെ ഒരു അഭിനയമാണ്. അപ്പൊ അദ്ദേഹം ഇനിയും സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടട്ടെ, ദേശീയ പുരസ്കാരം വാരിക്കൂട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇനി 2025 വർഷത്തിന്റെ സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനായിരിക്കും.
അതെനിക്ക് തോന്നുന്നുണ്ട്. കൊടുമൻ പോറ്റിക്ക് എന്തായാലും ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു കേട്ടോ. അതുപോലത്തെ അഭിനയമാണ് കാഴ്ചവെച്ചത്. കൊടൂര വില്ലനായിരുന്നല്ലോ. ദേ ഇപ്പം തന്നെ കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങാൻ പോകുന്നു. ആ സിനിമയിൽ കൊടൂര വില്ലൻ, അതിലും ഒരു മാസ് വില്ലനാണ്. അതായത് സയനൈഡ് മോഹൻ എന്നുള്ള കഥാപാത്രത്തെയാണ് അതിൽ മമ്മൂക്ക ചെയ്യുന്നത്. അപ്പൊ അതിലെ അഭിനയത്തിന് പുരസ്കാരം വരുന്നു, ദേശീയ പുരസ്കാരം വേറെ വരുന്നു. ആഹാ, മൊത്തത്തിലൊരു മാറ്റങ്ങളായി മാറുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മമ്മൂക്ക അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. ജീവിക്കുന്നു കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ.